ക്രെയിൻ ഡൗൺ. മറിച്ചിടുവോ? നല്ല അസല് ഫ്രൈവ് കേട്ടോ. ചമ്മന്തി ആയിട്ട് ശരിയായിട്ടില്ല. ക്രെയിൻ അപ്പ്. ഈയിടെ ഇതൊരു തട്ടുകടല ചമ്മന്തി പോലെ ആയിപ്പോയല്ലോ. നാലല്ലി വേപ്പില, അത്ര തന്നെ പുതിനല, ഇച്ചിരി മല്ലിച്ചപ്പ്, വറ്റില മുളക്, ചുവന്നുള്ളി. ഇത് എണ്ണയിലിട്ട് വറക്കണം. മൂത്ത് വരുമ്പോഴത്തേക്കിന് ഒത്തിരി ഇഞ്ചിയുടെ ചേർത്ത് കല്ലേൽ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കും. എന്നിട്ട് 2 തുള്ളി വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ചാലിച്ചിങ്ങെടുത്താൽ മതി. അങ്ങനെ ഉണ്ടായിട്ടല്ലോ 10 ഇഡലി കൂടുതലില്ല. ശരി സാർ. ഈ തീറ്റ മാത്രമല്ലേ നടക്കുന്നുള്ളൂ. ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ജയന്റെ പെങ്ങളെ ബാലകീനാറിനെ കിട്ടിയ പോലെയാ സാറ് കയറി മേഞ്ഞുകളെ. അയ്യോ കുട്ടി പേടിക്കണ്ട, ഫുഡ് കഴിക്കുന്ന സമയം കാരണം കൊച്ചു സേഫാ. ഇതെന്നെ മാസികയാണോ? ഹേയ് പുസ്തക പരീക്ഷയാന്ന്, ഡിഗ്രി എക്സാം. ഇനിയിപ്പൊ എന്ത് പഠിപ്പ്? സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അല്ലേ അഭിനയിക്കുന്നേ? എല്ലാം പുള്ളി പഠിപ്പിച്ചോളും. എല്ലാം എന്റെ മകളുടെ ഭാഗ്യം. മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികയാക്കും സാറ്. ഇല്ലേ ഞാനാക്കും. ആക്കും. സാറേ സാറേ നമസ്കാരം. നായകന്റെ അനിയത്തിയായിട്ടുള്ള ആ ക്യാരക്ടർ നല്ല മുളക് അരച്ച് ചേർക്കണം. നായകന്റെ അനിയത്തിയോ? മീൻകറി വെക്കുമ്പോഴേ നല്ല എരിവുള്ള മുളക് അരച്ച് ചേർക്കാൻ പറഞ്ഞു കേട്ടോ. സാറേ കളരിക്കാരിയാ. ഇവിടെ വല്ല വാൾപ്പയറ്റും ഉണ്ടോ? അയ്യോ കളരിയല്ല സാർ, കഥകളി. കലാതിലകവാ വർഷങ്ങളായിട്ട്. അല്ല, വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാ കലാതിലകമാകണമെന്ന്. അതിനുള്ള ശ്രമമുണ്ട്. 2 കരിക്കും കൂടെ. അനിയത്തി കുട്ടിയുടെ വേഷം ഇല്ലയോ? ഓക്കെയാ. ഇത്തിരി മസാല കൂടുതലാ. ഓക്കെ ആക്കാം അല്ലയോ? ക്രെയിൻ അപ്പ്. കുറച്ച് കഴിയും. ചമ്മന്തി അടുത്ത വരവിന് എടുത്തോളാം. വൈകുന്നേരത്തെ 1-2 പീസ് വേണം. MLA VS മറിയലീലാമണി ചിക്കൻ്റെ പീസ് ആയിക്കോട്ടെ. ചെറുതാണെങ്കിലും നല്ല വേഷമാ. ചെയ്യുവോ? ചെയ്യാലോ, ഇനിയിപ്പൊ ചെയ്യാലോ. ഞെട്ടിക്കും അല്ലേ? ഈ കൊച്ചൊന്നും മിണ്ടത്തില്ലേ? വീണ്ടും വരുന്ന വഴിക്ക് എന്നോട് സംസാരിച്ച നല്ല പാല് വരെ സംസാരിക്കും അല്ലേ? എന്നാ പേരനാ? മൃഗാളിനി. മൃഗാളി. മൃണാളിനി. ചമ്മന്തി അടയ്ക്ക് അറിയാം? ഞാൻ അടിച്ചാ മതിയോ സാർ? മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സിനിമാറ്റിക് ഭരതനാട്യം ഒക്കെ മതിയോ? മതി മതി, ഡാൻസ് അല്ലയോ? ധാരാളം മതി. കഥകളി അല്ലയോ? മുദ്രയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇച്ചിരി വെള്ളം പോലും തരരുത് കേട്ടോ. ഞാൻ പറയാതെ ഈ ക്രെയിൻ ആക്കണ്ട. അപ്പൊ എപ്പ ഞാൻ താഴെ ഇറങ്ങണം? എന്തായാലും ഉച്ച കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. പോയി റെസ്റ്റ് എടുക്കും. പോ. അപ്പൊ ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയാ മതിയാ? ഇപ്പൊ ഞാൻ ക്രെയിനിൽ നിന്ന് വീണാനെ. സാറിന്റെ അടുത്ത പടം ഡോൾബിയാ. സംവിധായകനങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഈ പേരങ്ങ് മാറ്റണം. നടിയായി പിന്നെ എന്ത് മാറ്റാലോ സാറേ? വലിയ നടിയൊക്കെ ആയി കഴിയുമ്പോ ആര് ചോദിച്ചാലും ഗോഡ് ഫാദർ ഞാനാന്ന് പറഞ്ഞേക്കണേ. അയ്യോ, അത് കുഞ്ഞാപ്പു സമ്മതിക്കുന്നു തോന്നുന്നില്ല സാറേ. അതാരായി കുഞ്ഞാപ്പു? മോളുടെ അച്ഛൻ. അയ്യോ, ഇവരുടെ ഗോഡ് ഫാദർ കുഞ്ഞാപ്പു തന്നെയാ സാറേ, സത്യം. നേരെ ശകലം ഇങ്ങോട്ട് എടുത്തോടങ്ങി കേട്ടോ, നമ്മളെ കേട്ടിനി. എന്താ നടന അതിന് അഭിനയിക്കാൻ വന്നതാ. അഭിനയിച്ചോ? അങ്ങോട്ട് മാറി അഭിനയിച്ചോ? നമുക്കെടുക്കാം. സാറേ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് അഭിനയിക്കാൻ വന്നേ. ചാലക്കുടി രാജാമണി. നാസര വിദ്വാനാണല്ലേ? പേര് കേട്ട് എനിക്ക് അങ്ങനെയാ തോന്നിയത്. അല്ല, ഇവൻ മിമിക്രി വിദ്വാനാ. മെഡിക്കൽ ഷോപ്പിൽ ഫോൺ ചെയ്തിട്ട് വരാൻ പറഞ്ഞ്. ഓഹോ, താൻ വല്ലതും കഴിച്ചായിരുന്നു? ഇല്ല. എന്നാ പോയി മേക്കപ്പ് ചെയ്യേ. നമുക്ക് വല്ലതും കഴിച്ചാലോ? അപ്പൊ എടുക്കണ്ടേ? എന്നാ എടുത്തിട്ട് കഴിക്കാം. അപ്പൊ ഇങ്ങനെ വെച്ചു. എടാ, ഈ സംവിധായകൻ ആളൊരു പുലിയല്ലേ? ഇവൻ സ്റ്റാർ ആയിട്ടാ, എല്ലാരും പുറകെ വരും. ഈ സംവിധായകരൊക്കെ എന്തിനാ 2 കൈ ഇങ്ങനെ പിടിക്കണത്? അത് നിനക്ക് മനസ്സിലായില്ല? ഇല്ല. എടാ, ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെച്ചാ ചന്തി കാണാനാ? ഇതൊരു പുതിയ അറിവാണല്ലോ. ഇങ്ങനെ പിടിച്ചാ മതിയല്ലേ? കൊള്ളാം. ആരുടെ ഇവിടെ കുൽസിത പ്രവർത്തനങ്ങൾ കാണിച്ചോണ്ടിരിക്കുന്നത്? എന്താ ഇവിടെ? അഭിനയിക്കാൻ വന്നതാ. നടന. നടൻ നീയോ? അല്ല, ഇവൻ അല്ല ഞാനാ. ഏത് വേഷം? ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ സാറേ, ഓട്ടോറിക്ഷക്കാരുടെ വേഷ. ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ. നിനക്കൊക്കെ ഓട്ടോ എന്ന് പറയുമ്പോ ഇത്ര പുച്ഛം എന്താ? സാറേ പുച്ഛിച്ചതല്ല, ഓട്ടോറിക്ഷ ഞങ്ങളുടെ ജീവിതമാ. സാറ് ലാലേട്ടന്റെ ഓട്ടോ കണ്ടിട്ടില്ലേ? ഓ, മോഹൻലാലാമെന്ന ആളാ അല്ലേ? എന്നാ ഇവന്റെ കറങ്ങി തിരിഞ്ഞ് ഇറങ്ങണ്ട ചെല്ലേ. ഇവനെനിക്ക് പണ്ടേ അറിയ കൊടുക്കാത്ത ചാടി. എന്താ സാറേ? ഇല്ല, ഇവൻ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ അതോ നിങ്ങൾക്ക് എല്ലാവർക്കും വേഷം വല്ലതും ഉണ്ടോ? ഞങ്ങള് കൂടെ വന്നാ. സന്ധ്യ കഴിയുമ്പോ ഒരു ഫുള്ളും മേടിച്ചോണ്ട് റൂമിലോട്ട് വരുന്ന ഒരു സംഭവം ഉണ്ട്. ആണോ? ആ വേഷം ഞാൻ ചെയ്യട്ടെ? അത് നന്നായിരിക്കും. വേഷമല്ല, ഒരു കുപ്പിയൊക്കെ മേടിച്ചോണ്ട് റൂമിലോട്ട് വന്ന പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ കണ്ടാ എല്ലാവർക്കും വേഷം കിട്ടും. അങ്ങനെ ചില പതിവൊക്കെ ഉണ്ട്. അല്ല സാറേ, ഞങ്ങളുടെ അടുത്ത് കാശൊന്നും ഇല്ലാട്ടാ. സാറേ വേണ്ട, കാശില്ലാന്നിട്ടാ. കടം പറയാൻ പറ്റുമോ?
എങ്ങനെ നീയൊക്കെ സിനിമയിൽ നന്നാവൂടാ? ഗുരുത്വം എന്ന് പറഞ്ഞൊരു സാധനം ആദ്യം വേണ്ടത് സീനിയറായ ആൾക്കാരെയൊക്കെ. വേണ്ട വേണ്ട. ആ രാധാമണി, റൂം നമ്പർ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, എത്ര നേരം അന്വേഷിക്കണേ. വാ, മേക്കപ്പ് ഉണ്ട്. എന്താ ചേട്ടാ ഇത്? ഇതിനെന്താ കുഴപ്പം? കഴിഞ്ഞോടൂ. ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാ? എന്തിനാ ഇവിടേക്ക്? ഹാ, ഇവിടെ ശമ്പളമോ കുറവാ. ഇതൊക്കെ അല്ലേ മിച്ചുള്ളൂ. എന്ത്? അല്ല മോളു, മോളിന്റെ സ്കിന്നുമായിട്ട് മാച്ച് ചെയ്യണ്ടേ? കണ്ട എന്താടാ ഇത്? ഇതിലും ഭേദം വല്ല പെയിന്റിലും മുക്കി എടുക്കുന്നതായിരുന്നു. അങ്ങനെ ഇരുന്ന് അതാണ് അതിന്റെ ഒരു രസം. ഇതുപോലെ മേക്കപ്പ് ഇട്ട മമ്മൂട്ടറ പോലെ സിനിമയിൽ മിക്കവാറും എല്ലാരും കറുത്തിട്ടാ, ഒക്കെ മേക്കപ്പ് അല്ലേ. നോക്കൂ, ഇത് കൂടി ലിഫ്റ്റിക്ക്. ഇതുവരെ ഞാൻ ഇത് ആർക്കും ഇട്ട് കൊടുത്തില്ല. ചുണ്ട് കാട്ടിക്കേ. ഇവനൊക്കെ സമ്മതിക്കണം. എന്തൊരു യോഗല്ലേ. സിനിമയിൽ എല്ലാരെയും ഇങ്ങനെ വെളുപ്പിക്കോടാ. ശ്രീലിംഗക്കാരെ മാത്രം. അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റല്ലേ. അപ്പൊ സിനിമയിൽ വിളിക്കാൻ ലിംഗം മാറ്റം വേണ്ടി വരുമല്ലേ? അനങ്ങല്ലേ പടരും കുട്ടി. എന്ത്? ലിഫ്റ്റിക്കേ. വേഗം റെഡി ആണോന്നല്ലേ പറഞ്ഞത്? നീ ചെല്ല്. അല്ലെങ്കിൽ അയാളെ പെണ്ണിനെ തിരുമ്മിക്കൊണ്ടിരിക്കും. ചെല്ലി. അടക്കല്ലേ, തുറന്നു വെക്കും മിഴികൾ. ചേട്ടായിയെ, ആദ്യത്തെ ഷോട്ടാണെന്ന്. അതിന് അല്ല, എനിക്ക് മേക്കപ്പ്. ഇയാൾ ഓട്ടോ ഡ്രൈവർ അല്ലേ? ഇത് മതി, ഇത് കറക്റ്റാ അല്ലേ മോളെ? ഒരു ടച്ചപ്പ്. ടച്ചപ്പാ? എന്ത് ടച്ചപ്പ്? എടോ, ഇയാൾ ഓട്ടോയുടെ ഡ്രൈവർ അല്ലേ? അതെ. അല്ലാതെ പൈലറ്റ് ഒന്നും അല്ലല്ലോ. ടച്ചപ്പ് പോലും ഓരോ നിറയ്ക്കുള്ളൂ അല്ലേ മോള്? ഇങ്ങോട്ട് നോക്കിയേ, ഈ കരിവാളിച്ച മുഖത്തെ പാൻ കേക്ക് ഇട്ടാലുണ്ടല്ലോ മൊത്തം പാണ്ട് പിടിച്ച പോലെ ഇരിക്കും. ഇത് മതി, ഇത് കറക്റ്റാ. എന്ത് ചെയ്യാന് മോള് കാണി. കരുവാളിപ്പൊന്ന് ഹോർച്ച് കഴിയാ പോവോ ചേട്ടാ? പോകും, നിന്റെ തൊലി പോകും. അല്ല പിന്നെ. ഇനി മോളൊന്ന് എണീറ്റേ. അപ്പൊ 14-15 എന്തിയടാ? അത് തന്നെ. ഈ മുടി വന്നിട്ട് ഇച്ചിരി മുന്നിലേക്ക് ഇടാവുന്നേ. ചേട്ടാ ഒന്ന് പറയൂ. ഏയ്, ഒരു കാര്യമില്ല. ഇതൊന്നും ആർക്കും അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കുന്ന അല്ല. അങ്ങനെ അവന്റെ ഒരു മേക്കപ്പ്. നമ്മക്കൊക്കെ എന്ത് മേക്കപ്പെടാ? നീ വന്നേ, വാ, പാടങ്ങേട്ട്. എന്റെ മേക്കപ്പിലല്ലേ. എങ്ങനുണ്ട്? സൂപ്പർ സ്റ്റാർ വന്നോ? ഇങ്ങനെ ഇത്ര പെട്ടെന്ന് എത്തിയോ? കണ്ടില്ലെങ്കിൽ വല്ലതും പറയും. ആ കൊടയങ്ങതാ മാറിയേക്ക്. കണ്ടാ കോളിംഗ് ഗ്ലാസ് റെയിൻബോയാ. എന്ത് ഭംഗിയാടാ. ശരിക്കും സിനിമ കാണുന്ന പോലെ തന്നെ. ആ സ്റ്റൈലൊക്കെ ഒന്ന് നോക്കി. മേക്കപ്പ് ആയിരിക്കും. ഞാൻ വിളിച്ചായിരുന്നു സാറിന്. ഞാൻ താമസിച്ചോ? ഏയ്, സത്യം പറഞ്ഞ സാറ് 30 സെക്കൻഡ് നേരത്തെയാ. സമ്മതിക്കണം. സാറേ നമസ്കാരം. പേക്കിനാവിന്റെ സെറ്റ്. നമസ്കാരം. ഡയറക്ടർ. അതെ, സാറിന്റെ പുതിയ പടം ഉണ്ടല്ലോ, ഭയങ്കര അഭിപ്രായം കേട്ടോ. 100 days ഉറപ്പെന്നാ പറയുന്നത്. അത് ഞാനൊരു ഡിഫറെന്റ് ആയിട്ട് ചെയ്തു നോക്കിയതാ. ഫീൽ ചെയ്യില്ലേ കേട്ടോ. നടക്ക സാറേ. സെക്കൻഡ് ഹാഫേ അതിഗംഭീരം എന്നാ പറയുന്നത്. അതെ അതെ. അത് ഞാൻ മനഃപൂർവ്വം ചെയ്താറോ? ആണോ? അത് ഫീൽ ചെയ്ത് കേട്ടോ.